സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു വീട് ഒരു കുടുംബത്തിന് തണലായി മാറിയ കഥയാണ് ഇനി പറയുന്നത്. കണ്ണൂർ ചൊക്ലിയിലാണ് അർജുൻ അശോകൻ നായകനായ അൻപോട് കൺമണി എന്ന സിനിമയ്ക്ക് വേണ്ടി 28 ലക്ഷം രൂപ ചെലവിൽ ഒരു പുതിയ വീടുണ്ടാക്കിയത്. ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ അത് പൊളിച്ചു കളയാതെ അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് അണിയറ പ്രവർത്തകർ കൈമാറുകയായിരുന്നു. ഈ കാണുന്നത് ഒരു സ്പെഷ്യൽ വീടാണ്, ഒരു മോഡൽ വീടാണ്. ഇതൊരു സിനിമ സെറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. സാധാരണ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പൊളിച്ചു കളയുന്ന ഒരു സിനിമ സെറ്റ് എങ്ങനെയാണ് ഒരു കുടുംബത്തിന് താമസിക്കാനുള്ള ഇടമായി മാറിയത്? ബിനുവും കുടുംബവുമാണ് വീട്ടുകാർ. അൻപോട് കൺമണിയിലൂടെ സ്നേഹ വീട് കിട്ടിയവർ. ലൈഫ് പദ്ധതിയിൽ പാസായ വീടിന് തറകെട്ടി തൽക്കാലം ഒരു ഷെഡിലായിരുന്നു നേരത്തെ താമസം. പെട്ടെന്നാണ് ആകസ്മികമായിട്ട് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇവിടെ വന്നിട്ട് ഈ ലൊക്കേഷൻ കാണുകയും നമ്മുടെ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഇവിടെയുണ്ട്. ഒരു കാവുണ്ട്, തൊട്ടടുത്തൊരു വീടുണ്ട്. പിന്നെയൊക്കെ പെട്ടെന്നായിരുന്നു, ഒരു 3-4 മാസം കൊണ്ട് വീടായി. തട്ടിക്കൂട്ടിയ വീട് വേണ്ട, ഒന്നാന്തരമൊന്ന്. തിരക്കഥാകൃത്ത് അനീഷ് കൊടുവള്ളിയുടെ സുഹൃത്തു കൂടിയായ ബിനുവിനാകട്ടെ എന്ന് തീരുമാനിച്ചു. സംവിധായകൻ ലിജു തോമസും നിർമ്മാതാവ് വിപിൻ പവിത്രനും ഓക്കെ. താക്കോൽ കൈമാറാൻ സുരേഷ് ഗോപി എത്തി. സ്പീക്കറുടെ ആശംസയും. മലയാളം ഫിലിം ഇൻഡസ്ട്രീസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഫിലിം നിർമ്മിക്കാൻ വേണ്ടി നിർമ്മിച്ച വീട് നിർമ്മാണത്തിന് ശേഷം ഏറ്റവും അർഹതപ്പെട്ട കുടുംബത്തിന് ആ വീട് അവർ കൈമാറിയിരിക്കുന്നു. 3 ബെഡ്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു എക്സ്ട്രാ ബാത്റൂമും അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു വീടാണോ നേരത്തെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്? ഒരു വീടൊന്നും എന്റെ സ്വപ്നത്തിൽ ഇല്ലായിരുന്നു. ഈ സാധാരണ ഈ സിനിമാ സെറ്റൊക്കെ തൽക്കാലമുള്ള സെറ്റപ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, പെട്ടെന്ന് പൊളിച്ചളയാൻ വേണ്ടി. ഇതെങ്ങനെയാ? ഇത് മൊത്തം നല്ല ഫസ്റ്റ് ക്വാളിറ്റി കല്ലിനെ കൊണ്ട് തന്നെ ചെയ്താണ്. നിങ്ങൾക്ക് ഫ്രണ്ട് കണ്ടാലും മനസ്സിലാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ചെലവുണ്ടോ അതിൽ? ഇല്ല, എനിക്കൊന്നുമില്ല, മൊത്തം ഇവർ തന്നെയാണ്. വീട് മാത്രമല്ല, അതിനോട് ചേർന്ന് പുത്തൻ പലതും വന്നു. മുന്നിൽ കാണുന്നൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ട് പൂർണ്ണമായിട്ടും പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്. ഈ വഴി ഇത്രയും വീതി കൂട്ടിയത്. കാവുണ്ട്, കാവിന് സൈഡ് മതിൽ പോലെ ഒരു മൺതിട്ട കെട്ടി. ഇതൊക്കെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന കാര്യങ്ങളാണ്. വീടാണ് മെയിൻ ലൊക്കേഷൻ. അവിടെ നടന്നതെല്ലാം സസ്പെൻസ്. ഈ സ്നേഹ കൈമാറ്റം, സ്പോയിലർ ഇല്ലാത്ത ക്ലൈമാക്സ്. നായകന്റെ വീടാ? നായകന്റെ വീടാണ്. ഇപ്പൊ ബിനുവിന്റെ വീടായി. ഇപ്പൊ എന്റെ വീടായി. ഇവിടെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയിൽ. റിയൽ ലൈഫിൽ കഴിഞ്ഞിട്ടില്ല. കണ്ണൂരിൽ നിന്ന് ബിജു ചെറുകുന്നത്തോടൊപ്പം ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.